കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ വിതരണക്കാരുമായുള്ള ചർച്ച പൂർത്തിയായി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് ചർച്ച നടത്തിയത്. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് ചർച്ചയിലേക്ക് തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ കടന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ വിതരണക്കാരുമായി നടത്തിയ ചർച്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ് വിതരണക്കാരുമായി ചർച്ച നടത്തിയത്. മാസങ്ങളായി തുക കുടിശ്ശികയായതിന് പിന്നാലെയാണ് മരുന്ന് വിതരണം ചെയ്യാനാകില്ല എന്ന കടുത്ത തീരുമാനം വിതരണക്കാർ എടുത്തത്. അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ മെഡിക്കൽ കോളേജിലും കോഴിക്കോട്ടെ മറ്റാശുപത്രികളിലും മരുന്ന് ക്ഷാമം അതിരൂക്ഷമായിരുന്നു. അത് രോഗികളെ ഏറെ വലയ്ക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്ത മീഡിയ വൺ തന്നെയാണ് പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചയിലേക്ക് ഇന്ന് കടന്നിരിക്കുന്നത്. 4 മണിക്കായിരുന്നു ചർച്ച നടത്തിയത്. വിതരണക്കാരുമായി നടത്തിയ ചർച്ച അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിക്കുകയാണ്. ബാക്കി കോളേജുകളിലെ പ്രിൻസിപ്പാൾമാരുണ്ട്. അപ്പോൾ ആ മീറ്റിംഗിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളവിടെ അവതരിപ്പിക്കുകയും അപ്പം ആ രീതിയിൽ അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി ശ്രമിക്കാമെന്ന് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പ്രതിനിധികളെ സംസാരിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മരുന്നുകളുടെ ഇത് നമ്മുടെ സൗജന്യമായിട്ട് കൊടുക്കുന്ന മരുന്നുകളുടെ ഭാഗമായി KMCL വഴിയുള്ള സപ്ലൈ അല്ല. ഇത് സ്കീമിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉള്ള അവശ്യ മരുന്നുകൾ ഒരു 150 മരുന്നുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കൂടി അത് കാരുണ്യ വഴി KMCL കാരുണ്യ വഴി ലഭ്യമാക്കാനുള്ള ഒരു നടപടി മാഡത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു 150ഓളം അവശ്യ മരുന്നുകൾ. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് അല്ല ഞങ്ങള് പറയുന്നത് ഈ ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബുദ്ധിമുട്ടുകൾ അവർ സംസാരിച്ചു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ അത് മിനിസ്റ്ററോടത്തും നമ്മളെ DMEയിലും അത് അവതരിപ്പിക്കും. അതിനാണ് നമ്മൾ സൂപ്രണ്ട് പ്രിൻസിപ്പാളും പോകുന്നുണ്ട്. അത് മന്ത്ലി ഞങ്ങളെ കോൺഫറൻസിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് ആണ്. അതിൽ നമ്മുടെ കോളേജിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായതുകൊണ്ട് അത് അവതരിപ്പിക്കും. പിന്നെ ഇത് ഇപ്പോഴുള്ള പ്രതിസന്ധി ഈ KMCLലുള്ള ആ മരുന്നുകൾ സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. സൗജന്യ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള മരുന്നുകളെല്ലാം KMCL വഴി വരുന്നുണ്ട്. അതല്ലാതെ സ്കീമിൽ ഉൾപ്പെടുത്തിയ മരുന്നുകൾ നമ്മൾ അതിലുള്ള അവശ്യ മരുന്നുകൾ 150ഓളം മരുന്നുകൾ കാരുണ്യ വഴി അത് നമ്മളെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മാഡത്തിന്റെ അധ്യക്ഷത ഇന്നലെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ തീരുമാനമായിട്ടുണ്ട് അത് കാരുണ്യ വഴി ലഭ്യമാക്കും. അതാണ് അവശ്യ മരുന്നുകളുടെ അല്ല, ഇത് ഞങ്ങളെ മന്ത്ലി മീറ്റിംഗ് ആണ്. അത് DMEയിൽ എല്ലാ പ്രിൻസിപ്പാൾമാരെയും സൂപ്രണ്ടുമാരെയും മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ മീറ്റിംഗിന് മാഡം വരുന്നതാണ് മാഡം വരുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇതൊരു പ്രസ് മീറ്റ് ഒന്നും ഉദ്ദേശിച്ചതല്ല. കാരണം നേരത്തെ നിങ്ങളുടെ പ്രതിനിധികള് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ മിനിസ്റ്റർ ലെവലിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് സംസാരിച്ചാണ്. സൂപ്രണ്ടും ഇപ്പം IMCH സൂപ്രണ്ടുണ്ട്, NMCH സൂപ്രണ്ട്, നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്. അപ്പോൾ അത് അവരെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ച പ്രകാരമാണ് ഞാൻ നിങ്ങളോട് കുറച്ച് സമയമല്ലേ കാത്തു നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ എന്താന്നുള്ളത് ഞങ്ങൾ മിനിസ്ട്രിയിൽ ഞങ്ങളെ മീറ്റിംഗിൽ ഞങ്ങൾ പറയട്ടെ. എന്നിട്ട് അത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. അത് എല്ലാം കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ഇവരോടത്ത് സംസാരിച്ചു. ഞങ്ങളത് തിരുവനന്തപുരത്തുള്ള മീറ്റിംഗിൽ സംസാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഈ പ്രതിനിധികളുമായിട്ട് സംസാരിക്കാം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധിയിൽ ചർച്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിതരണക്കാരുമായിട്ടാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ച നടത്തിയത്. പ്രശ്നം ചർച്ച ചെയ്ത് തന്നെ പരിഹരിക്കും, വിഷയം മന്ത്രിയെ അറിയിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പ്രതികരണം.